ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ സെലോഷ്യ പ്ലാന്റ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഗാർഡൻ അതിമനോഹരമാക്കണമെങ്കിൽ ഈ ഒരു ചെടി മാത്രം നമ്മൾ നട്ടു കൊടുത്താൽ മതി കേട്ടോ. അത്രയ്ക്കും കളർഫുള്ളായിരിക്കും ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ. കാരണം പല കളറിലുമാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളുള്ളത്. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഒരു കളറേ ഉള്ളൂ, പക്ഷേ ഇത് ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിങ്ക്, വൈറ്റ്, റെഡ്, അങ്ങനെ ഒരു 10ഓളം കളറിൽ ഈ ഒരു സെലോഷ്യ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഈ ചെടിയിൽ തന്നെയാണ് നമുക്കിതിൻ്റെ വിത്തുള്ളത് കേട്ടോ. അപ്പോൾ ഈ വിത്ത് നമുക്ക് ചീരേൻ്റെ വിത്ത് പോലെയൊക്കെയാണ്, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം വിത്ത് എടുത്തിട്ട് നമുക്ക് വെറും മണ്ണിൽ നമ്മൾ പാകി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് പാകി കൊടുത്ത് എന്തായാലും മുളച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമ്മളിങ്ങനെ വെള്ളം കൊടിഞ്ഞു കൊടുത്തിട്ട് അത് മുള വന്നിട്ട് ഒരു 1.5 മാസം ആകുമ്പോഴേക്ക് നമ്മൾ പറിച്ച് നടണം കേട്ടോ. പറിച്ച് നട്ട് കൊടുക്കുക. നല്ലൊരു പോട്ടി മിക്സിലേക്ക്, അതായത് ചാണകപ്പൊടി മണലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് അതിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു കാലാവസ്ഥയിലും എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ സെലോഷ്യ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നാടൻ വെറൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നാടൻ വെറൈറ്റിൻ്റെ ചെടിയുടെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കാണണം. കാരണം അതിൻ്റെ ഫ്ലവർ എന്ന് പറയുമ്പോൾ നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഒരു പൊക്ക പോലെയൊക്കെ ആയിട്ട് നമുക്ക് വിടർന്ന് നിൽക്കുന്ന നല്ല വലിപ്പമുള്ള പൂവാണ്. ഒരു കൊട്ട പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൂടാതെ നല്ല ഹൈറ്റും വെക്കും കേട്ടോ. നാടൻ ഇനത്തിന് ഹൈബ്രിഡ് ഇനത്തിൽ ഒരുപാട് ഹൈറ്റൊന്നും വെക്കുകയില്ല. ഇനിയിപ്പോൾ ഹൈറ്റ് നമുക്ക് നാടൻ ഇനത്തിലും ഹൈബ്രിഡ് ഇനത്തിലൊക്കെ ഹൈറ്റ് കൂടുതൽ വേണ്ട, നല്ല ബുഷിയായിട്ട് വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കൂമ്പൊന്ന് നുള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ശിഖരങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ ഇത് പിന്നെ ഈ ഒരു ചെടിക്ക് ഒരുപാട് വെയിൽ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ വെയിൽ വേണം എന്ന് പറഞ്ഞാൽ രാവിലത്തെ വെയിലും വൈകുന്നേരത്തെ വെയിലും ഇതിന് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നല്ല വെയിലത്താണ്, കുറച്ച് നല്ല വെയിലുള്ള ഏരിയയിലാണ് നമ്മളിത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, രാവിലെയും വൈകുന്നേരം നനച്ചെടുക്കുക. പിന്നെ ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് ചീഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇലകൾക്കുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളൊന്ന് നമ്മളുടെ ഒരു പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ഒരു ലിക്വിഡ് എടുത്തിട്ട് നമുക്ക് അതൊന്ന് സോപ്പ് വെള്ളം കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ, നീമോയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ പുഴുക്കളുണ്ടും പ്രാണികളുടെ ഒക്കെ ശല്യം കുറയും. പിന്നെ അത് കൂടാതെ തന്നെ നമുക്കിതിൽ നമുക്ക് നന്നായിട്ട് രാസവളം കൊടുക്കട്ടെ. വേണമെങ്കിൽ പൂക്കൾ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് NPK പോലെയുള്ള 19 അതുപോലെ തന്നെ SM സാൾട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ വരും കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും ഞാനൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കെയറിങ്ങും ഇല്ലാത്തൊരു ചെടിയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് കെയറിങ് ഒന്നും വേണ്ട. അപ്പോൾ പല കളറിലുള്ളത് ഇപ്പോൾ ഒരു കളറേ നമ്മൾ കാണിക്കുന്നുള്ളൂ, എന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ പല കളറിൽ യെല്ലോയും ഓറഞ്ചും റെഡും വൈറ്റും എല്ലാം കൂടി മിക്സായിട്ട് വരുമ്പോൾ നമ്മുടെ ഗാർഡനിൽ വേറൊരു ചെടിയും വേണ്ട കേട്ടോ. നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ ഇതിൻ്റെ തൈകളൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ തൈ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ